നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാലഘട്ടത്തിൻ്റെ പോക്ക് എങ്ങടാന്ന് നോക്കിയേ. ഇപ്പോൾ കാലഘട്ടങ്ങൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. എന്താണ് ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ടത്തെ കാലത്ത് മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അന്നത്തെ ആൾക്കാർ സമരം ചെയ്തിട്ടുണ്ട്. ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്, കുറേ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മറയ്ക്കാം പെണ്ണുങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവ് വന്നത്. ഒരു തോർത്തുമുണ്ട് പോലും ഇടാൻ പാടില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ്, അന്നത്തെ നാട്ടുപ്രമാണിമാർക്ക്, രാജാക്കന്മാർക്ക് പെണ്ണുങ്ങളുടെ മാറ് കണ്ട് ആസ്വദിക്കാം, പല പല മാറുകൾ കണ്ട് ആസ്വദിക്കാം. അത് അവർക്കൊരു ലഹരിയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് കീഴ്ജാതി മേൽജാതി എന്നൊക്കെ പറഞ്ഞ് തരം തിരിച്ച് എല്ലാവരെയും മറയ്ക്കാണ്ട് നടത്തിയിട്ട് അതൊരു വിനോദമായിരുന്നു. ഇന്നത്തെ കാലത്ത് എന്താണ്, തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമരം ചെയ്യുന്നു. പെണ്ണുങ്ങൾ എന്താണ്, എത്രത്തോളം കാണിക്കാൻ പറ്റുമോ, ഒരു ഉദ്ഘാടനത്തിൽ വരുമ്പോൾ എത്രത്തോളം കാണിക്കാൻ പറ്റുമോ, എത്രത്തോളം സിനിമയിൽ കാണിക്കാൻ പറ്റുമോ. സെൻസർ ബോർഡ് എന്ന് പറഞ്ഞൊരു സാധനമേ വേണ്ട ഇവിടെ. എൻ്റെ കാണിക്കണം, എൻ്റെ വലുതാണ്, എൻ്റെ നല്ല ഭംഗിയുള്ളതാണ്, ഇപ്പോഴും ഉടയാണ്ട് നിൽക്കണ മാറാണ്. അപ്പോൾ അത് എനിക്ക് എല്ലാവരും കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ മറയ്ക്കാണ്ടിരിക്കാനുള്ള സമരം നടക്കുക. ഇത് പറയുമ്പോൾ നമുക്ക് പഴയ കാലത്തെ ഒരു തമാശ കൂടി പറഞ്ഞിട്ടാണ് കിടക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് കാലത്ത് വലിയൊരു രാജകൊട്ടാരത്തിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയൊരു താമരക്കുളമുണ്ട്. കണ്ണീര് പോലെ നല്ല അസല് നീല വെള്ളമുള്ളൊരു തടാകം. ആ വലിയൊരു കുളമാണ്. അതിൻ്റെ വക്കത്താണ് രാജാവിൻ്റെ കൊട്ടാരം. അവിടെ ഒരുപാട് ആൾക്കാർക്ക് വന്ന് കുളിക്കാനായിട്ട്, പെണ്ണുങ്ങൾക്ക് മാത്രം കുളിക്കാനായിട്ട് അനുവാദം കൊടുക്കുന്ന രാജാവ്. ആ വെള്ളം അത്രയും നല്ല ഔഷധമുള്ള വെള്ളമാണ്. അപ്പോൾ രാജാവ് ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, അവിടെ കുളിക്കുന്നവർ ഒരു കാരണവശാലും മറയ്ക്കാൻ പാടില്ല. ബാക്കി സ്ഥലങ്ങളൊക്കെ നിങ്ങൾ മറച്ചോ, എനിക്ക് കുഴപ്പമില്ല, മറയ്ക്കാൻ പാടില്ല. മറയ്ക്കാത്തവർക്ക് അവിടെ വന്ന് കുളിക്കാമെന്ന് പറഞ്ഞു. രാജാവ് വെച്ചാൽ എപ്പോഴും മട്ടുപാവലുണ്ടാവും, ഈ മറയ്ക്കാണ്ടുള്ള പെണ്ണുങ്ങളെ കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി ഒരു പെണ്ണ് വന്ന് മറച്ച് കുളിക്കുന്നു. മറച്ച് കുളിക്കുന്നതോടൊപ്പം തന്നെ അവരെ രഹസ്യഭാഗം പുറത്ത് കാണിച്ചുകൊണ്ടാണ് കുളിക്കുന്നത്. ഇത് കണ്ടപ്പോൾ രാജാവിന് ആകെ കലി കൊണ്ടു. എന്താണ് അവൾ അങ്ങനെ ചെയ്യാനായിട്ടുള്ള കാരണം എന്താണ്? അപ്പം തന്നെ വിളിച്ചു വരുത്തി അവളെ വേഗം കൂടി പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. അവളെ പിടിച്ചുകൊണ്ടുവന്നിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് എൻ്റെ രാജകൽപ്പന നീ നിഷേധിച്ചത്? നീ ധിക്കാരിയാണ്, നിന്നെ തുറുങ്കിലടയ്ക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാരണം നീ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാജാവേ, എനിക്ക് മറയ്ക്കണം, കുളിക്കാം, കുഴപ്പമില്ല. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ജനിക്കുമ്പോൾ എനിക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നില്ല. ഞാൻ ജനിക്കുമ്പോൾ എനിക്ക് രഹസ്യഭാഗം ഉണ്ടായിരുന്നു. അതിൽ കൂടിയാണ് ഞാൻ മുഖത്തൊഴിക്കുകയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കതൊരു നാണായിട്ട് തോന്നുന്നില്ല. ഞാൻ ജനിച്ച് 8 വയസ്സ്, 10 വയസ്സ്, 15 വയസ്സ്, 16 വയസ്സാകുമ്പോൾ ഇതിങ്ങനെ നെല്ലിക്ക പോലെ, പിന്നെ ചെറുനാരങ്ങ പോലെ, പിന്നെ മാങ്ങ പോലെ, പിന്നെ മത്തങ്ങ പോലെ, പിന്നെ കുമ്പളങ്ങ പോലെയൊക്കെ നീണ്ടു വന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും അധികം നാണം തോന്നിയത് ഈ രണ്ടും മതിയാണ്. അതുകൊണ്ടാണ് ഞാൻ രാജാവ് പറഞ്ഞിട്ട് അത് മറച്ച് കുളിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്, അതുകൊണ്ട് എന്നെ തുറുങ്കിലടക്കിയതെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിന് മനസ്സിലായി ഈ സ്ത്രീ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ സ്ത്രീനെ വെറുതെ വിട്ടു. അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കാലഘട്ടം നടക്കുന്നത്. ഇവിടെ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ആ ഉദ്ഘാടനത്തിന് വരുമ്പോൾ തന്നെ എത്രത്തോളം വരുന്ന ആ ആർട്ടിസ്റ്റ് വയറെത്ര കാണിക്കുന്നു, പൊക്കിളെത്ര കാണിക്കുന്നു, തൊട എത്ര കാണിക്കുന്നു, കുണ്ടി എത്ര കാണിക്കുന്നു, മുല എത്ര കാണിക്കുന്നു, അത് കാണിക്കുന്നതിനനുസരിച്ചാണ് അവിടെ പ്രേക്ഷകരും അവിടെ ആൾക്കാരും കൂടുന്നത്. ഏത് വീഡിയോയ്ക്കും ഏത് ഫോണിനും വേണ്ടി അവരവരേതായുള്ള രീതിയിൽ നിന്ന് പോസ്റ്റ് ചെയ്ത് കൊടുക്കും. അതിനുള്ള കാശും അവർ വാങ്ങിക്കും. അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ ഉദ്ഘാടന സ്ഥലങ്ങളിൽ മറയ്ക്കാണ്ട് പെണ്ണുങ്ങൾ വന്നാൽ അതിലൊരു അത്ഭുതമില്ല. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വനിതാ MLA, നമ്മുടെ ഭരണപക്ഷത്തുള്ള ഒരു വനിതാ MLA ഇപ്പോൾ ഓപ്പണായിട്ട് പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നു, ഇമ്മാതിരി ഡ്രസ്സും തയ്ച്ച് ഇനി ഇവിടെ വന്ന് ഉദ്ഘാടനം നടത്തുന്ന നടികളെ പേരിൽ കേസ് കൊടുക്കുന്ന പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞാലും കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ രഹസ്യഭാഗങ്ങളും മറ്റുള്ള സാധനങ്ങളൊക്കെ കാണിക്കാനായിട്ട് അവർ ബെഡ്റൂമിൽ അവർ ഭർത്താക്കന്മാരോ കാമുകന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർ കാണിച്ചോട്ടെ. ഇത്രയും പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് വന്നിട്ട് ഇവരിങ്ങനെയുള്ള പേക്കൂത്തുകൾ നടത്തേണ്ടത് ഒരു സംസ്കാരത്തിന് യോജിക്കാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മാതിരിയുള്ള കാര്യങ്ങൾ നടത്തുന്ന ഏത് നടി നടത്തിയാലും ഉദ്ഘാടനത്തിന് നടത്തിയാലും അവരെ പേരിൽ കേസ് കൊടുക്കുന്നതാണ് പറയണത്. അപ്പോൾ ആ MLA വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഇവിടെ ഒരു റിയാലിറ്റി ഷോ നടക്കുന്നുണ്ട്. അതിൽ ലാലേൻ്റെ പേര് പറഞ്ഞിട്ടില്ല, മറ്റുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, പക്ഷേ ആൾ സൂചനകൾ പറഞ്ഞു. ഒരു റിയാലിറ്റി ഷോ നടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത്? വസ്ത്രമുണ്ടോ? അതുപോലെ തന്നെ അതിൻ്റെ ആങ്കറായിട്ട് വരുന്ന ആൾ, അദ്ദേഹത്തിന് ഒരുപാട് ബഹുമതി കിട്ടിയ ആളാണ്.
അദ്ദേഹത്തിന് കേണൽ പദവി കിട്ടി, പത്മശ്രീ പദവി കിട്ടി, നമ്മുടെ അവാർഡുകൾ കിട്ടി, ഭാരത് അവാർഡ് കിട്ടി, സംസ്ഥാന അവാർഡ് കൊടുത്തു, അവസാനം സമുന്നത പദവിയായ ഫാൽക്കെ അവാർഡ് കൊടുത്തു. ഇദ്ദേഹം ഈ ഷോയിൽ വരേണ്ട വല്ല കാര്യമുണ്ടോ? ഇതാണോ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ത്രീ സമൂഹത്തിനെ വളരെയധികം അധിക്ഷേപിക്കുന്ന ഷോ? ഒരുപാട് സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന പുരുഷന്മാർ, അവിടെ തല്ലുണ്ടാവുന്നു, അവിടെയുള്ള സ്ത്രീകളൊക്കെ മാന്യമായിട്ടല്ല ഡ്രസ്സ് തയ്ക്കുന്നത്, അവിടുത്തെ സംഭാഷണം മാന്യമായിട്ടല്ല. ഇതെല്ലാം ഒരു പാക്കേജായിട്ടാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് വേറൊരു യൂട്യൂബർ ഫേമസ് ദിനേശ്, അദ്ദേഹം പറഞ്ഞതെന്താ, ലാലേട്ടന് ഈ പണിക്ക് പോകേണ്ട കാര്യമുണ്ടോ? ലാലേട്ടന് ഈ ഷോ നിർത്തിക്കൂടെ? ലാലേട്ടൻ ചെയ്യാൻ പാടില്ല. ലാലേട്ടന് നാണമുണ്ടോ? ലാലേട്ടൻ കാശിന് വേണ്ടി എന്ത് പണ്ടാരം വേണമെങ്കിലും ചെയ്യും, കക്കൂസ വേണമെങ്കിൽ പോലും ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ പാടുണ്ടോ എന്നാണ് ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ വക വേറെ. പക്ഷെ ഞാൻ ഇത് എല്ലാവരോടും കൂടിയിട്ടൊന്ന് ചോദിക്കട്ടെ, മോഹൻലാൽ ആരാണ്? മോഹൻലാൽ ഒരു നടനാണ്. അദ്ദേഹത്തെ ഒരു പ്രോഗ്രാം ആങ്കറിങ്ങിന് വിളിച്ചാൽ, ബിഗ് ബോസ് ആയാലും ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചാൽ, ഒരു പരസ്യത്തിന് വിളിച്ചാൽ, അദ്ദേഹത്തിൻ്റെ പണിനെ അദ്ദേഹം ചെയ്യുന്നത്. അതിലെന്താ തെറ്റ്? ബിഗ് ബോസ് ഷോയിലെ ലാലേട്ടൻ വരുന്നത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ലാലേട്ടൻ ഇനിയിപ്പോൾ ലാലേട്ടനെ പറഞ്ഞ് എന്ത് ചെയ്യണം, ഏത് ഷോയിൽ വരണം, ഏത് കക്കൂസ് ഉദ്ഘാടനം ചെയ്യണം, ഏത് പരസ്യത്തിൽ അഭിനയിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അത് ലാലേട്ടൻ്റെ മാത്രം തീരുമാനമാണ്. അത് സമൂഹത്തിനെ നോക്കിയിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം വന്ന് ചെയ്യുന്നത്. അദ്ദേഹം ആഭാസകരമായിട്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അദ്ദേഹം മാന്യമായിട്ടല്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സിനിമയിലും മാന്യമായിട്ടല്ല അഭിനയിക്കുന്നത്. ഈ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കലാമൂല്യമുള്ള ഒരു പരിപാടിയാണ് അത്. അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ എത്ര തെറ്റ് ചെയ്യുന്ന തെമ്മാടികളായാലും അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ, പല രോഗങ്ങളുള്ളവരും അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അവരവിടെ ഡേറ്റ് കൊടുത്ത്, അവർ ഭക്ഷണം കൊടുത്ത്, കുറഞ്ഞ ഈ സമൂഹത്തിൽ ഫോണും ഇൻ്റർനെറ്റും അതുപോലെ തന്നെ ഈ ആഡംബരം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത ആൾക്കാരെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കുറച്ച് ആൾക്കാരെ മാത്രം ഇട്ട് പുറലോകമായിട്ട് ഒരു ബന്ധമില്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ അവരെ ജീവിക്കാൻ പഠിക്കുന്നു. ഒരു കൂട്ടുകുടുംബത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് ജീവിതം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ്. അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന അച്ഛനാണ് മോഹൻലാൽ. മോഹൻലാൽ വന്നിട്ട് അവിടെ തെമ്മാടിത്തരം നിലപാട്, തെമ്മാടിത്തരം ചെയ്യുന്ന ലാലേട്ടൻ ഒതുക്കുക ചെയ്യുന്നത്. അതാണ് ലാലേട്ടൻ ചെയ്യുന്നത്. അല്ലാണ്ട് അവിടെ ആഭാസമൊന്നും നടക്കുന്നില്ല. പിന്നെ ലാലേട്ടൻ ഇപ്പോൾ ഈ ഷോ ഒന്ന് മാറിക്കഴിഞ്ഞാൽ വേറൊരാൾ വരും. ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ നടക്കുന്ന ഒരു ഷോ ആണ്. അത് മലയാളത്തിൽ മാത്രമല്ല, മലയാളത്തിൽ മാത്രം ചൊറിയേണ്ട കാര്യമില്ല ആർക്കും. അത് ലോകത്ത് മുഴുവൻ നടക്കുന്ന ഷോ ആണ്. ഇത് ആദ്യം തുടങ്ങിയത് തന്നെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഈ ഷോ ആദ്യമായിട്ട് തുടങ്ങിയത്. അവരാണ് അത് ആദ്യമായിട്ട് തുടങ്ങിയ ഷോ. അവരെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ചാനലാണ് ആ ഷോ തുടങ്ങിയത്. അപ്പോൾ ഈ ഇവിടുത്തെ ആൾക്കാരെ നീഗുകളും കാര്യങ്ങളൊക്കെ അഭിനയിച്ചു അതിലുണ്ടായിരുന്നതെന്ന്. അന്ന് ആ കുറേ ആൾക്കാർ അന്ന് വളരെ ചെറിയൊരു ചാനലായങ്ങനെ കുറച്ച് ക്യാമറകളും വെച്ച് കുറേ ആൾക്കാരും വെച്ച് വലിയൊരു വീട്ടിൽ ഈ ഷോ തുടങ്ങിയിട്ട് എന്തുണ്ടായി, ഇവർ ഇതുപോലെ തന്നെ തല്ലും ബഹളായി. ലാസ്റ്റ് അവിടുത്തെ ഷോയിലത്തെ കംപ്ലീറ്റ് ക്യാമറ അടിച്ച് പൊട്ടിച്ചു, സകല സെറ്റ് അടിച്ച് പൊട്ടിച്ചു. ലാസ്റ്റ് അവിടെ ഇടിയിലെ പൊടിയിരിക്കഞ്ഞിയായി. ലാസ്റ്റ് അത് പല ആൾക്കാർക്കും ഗുരുതരമായി പരിക്കേറ്റു. എന്നിട്ട് ആ ഷോ നിർത്തിയൊക്കെ ചെയ്തു. ആ ചാനൽ പോലും അന്ന് പൂട്ടിപ്പോയി. ആ ഷോ ഡെവലപ്പ് ചെയ്താണ് ഇങ്ങനെ വന്നത്. ഈ കേരളത്തിൽ തന്നെ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞതിന് മുമ്പ് നമ്മുടെ സൂര്യ ടി വിയിലൊരു ഷോ വന്നിട്ടുണ്ടാവും. ഇതന്നെയാണ് അത്. പക്ഷെ അത് അവർക്ക് കൂടുതൽ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഇവിടെ അത് വളരെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. സൂര്യ ടി വിയിലേക്ക് അന്ന് പെണ്ണുങ്ങളെ ജാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ ഷോ നിർത്തുക ചെയ്തത് സൂര്യ ടി വി. പിന്നെ ഏഷ്യാനെറ്റ് പോലെയുള്ള ഒരു ചാനലിൽ മാത്രമേ ഇത് അന്തസ്സായിട്ട് കൊണ്ടു നടക്കാനും ഇതുപോലെ ഒരു ഷോ കണ്ടന്റ് ചെയ്യാനും പറ്റുള്ളൂ. വേറെ ആർക്കും പറ്റില്ല. അത് ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഷോ ആണത്. ഏറ്റവും വലിയ ജനപ്രീതിയുള്ള ഷോ ആണ് ബിഗ് ബോസ്. അതിന് മോഹൻലാലിന് കേണൽ കിട്ടി അല്ലെങ്കിൽ വേറെ 100 അവാർഡ് കിട്ടി എന്ന് വിചാരിച്ചിട്ട് മോഹൻലാൽ അവിടെ പറയരുത്. എല്ലാ ഭാഷയിലും വലിയ വലിയ നടന്മാർ തന്നെയാണ്, സൂപ്പർ സ്റ്റാറുകളും മെഗാ സ്റ്റാറുകളും തന്നെയാണ് ഇത് ആങ്കർ ചെയ്യുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ കമലഹാസനല്ലേ. ഇപ്പോൾ കമലഹാസൻ്റെ രാഷ്ട്രീയത്തിലുള്ള തിരക്ക് കാരണമാണ് കമലഹാസൻ കുറച്ച് നാൾ ഒഴിഞ്ഞു നിൽക്കുന്നത്. ഇപ്പോഴാണ് സേതുപതി വന്നത്. അപ്പോൾ അതിന് കമലഹാസൻ പോയി സേതുപതിയെ ഇതിൻ്റെ റേറ്റിംഗ് വരെ കുറഞ്ഞുണ്ട്. കമലഹാസൻ ചെയ്യുന്ന പോലെ ആവില്ലല്ലോ. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളൊക്കെ തെക്കും തിരക്കും കൂട്ടി മോഹൻലാലിനെ കണ്ട് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ പോയി കഴിഞ്ഞാൽ വേറെ ആൾ വരില്ലേ? ബിഗ് ബോസ് ഷോ നിന്ന് പോവോ? ഇല്ലല്ലോ. അതാദ്യം മനസ്സിലാക്കുക. ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സമയം വരെ അദ്ദേഹം ചെയ്യട്ടെ. അദ്ദേഹത്തിന് എല്ലാ സുഹൃത്തുക്കളും എല്ലാവരും പറയണത് ബിഗ് ബോസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ വരെ എന്താണ് ഇതിന് കിട്ടുന്ന മൈലേജ് പോലും ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് കിട്ടില്ല എന്ന് വരും. അത്രയും മൈലേജാണ് ലാലേട്ടൻ ഈ 100 ദിവസം കൊണ്ട് കിട്ടുന്നത്. സിനിമ പോലും കാണാത്തവർ ബിഗ് ബോസ് കാണുന്നുണ്ട്. ലാലേട്ടൻ്റെ സിനിമ പോലും കാണാത്ത ആൾക്കാർ ഫോറിൻ രാജ്യത്തും മറ്റുള്ളിടത്തൊക്കെ
അതിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇത് യൂട്യൂബിലൊക്കെ വരുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഭാഷക്കാർക്ക് ഇരുന്ന് കാണാം, അവർക്ക് അവരുടേതായ ഭാഷയിൽ നിന്ന് കാണാം. ഇവിടെ മലയാളത്തിൽ വേണം അവിടെ ഇംഗ്ലീഷിലാക്കി കാണാം അവർക്ക്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ജനപ്രീതി വീണ്ടും വീണ്ടും വർദ്ധിക്കുന്നു. കേരളത്തിൽ 3 കോടി ജനങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൽ 2 കോടി ജനങ്ങളും കാണുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇത് കാണുന്നവരുണ്ട്, കർണാടകത്തിൽ ഇത് കാണുന്നവരുണ്ട്, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ മലയാള ബിഗ് ബോസ് കാണുന്നവരുണ്ട്. മലയാളികളുള്ള എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഷോനെ ഇങ്ങനെ ഈ ഉദ്ഘാടനത്തിന് പോണ പെണ്ണുങ്ങളെ പോലെ അടച്ചാക്ഷേപിക്കാനായാലും നമുക്കൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനെ പറയാനും പാടില്ല. ബിഗ് ബോസ് ഷോ ഒരു വൃത്തികെട്ട ഷോ അല്ല. സമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കണമെന്നാണ് രമേശൻ ചോദിക്കുന്നത്. ഇത് മെസ്സേജ് കൊടുക്കുന്ന ഷോ അല്ല മിസ്റ്റർ ദിനേശ. ഇത് മെസ്സേജ് നിങ്ങൾക്കൊന്നും ആവശ്യമില്ലെന്ന് ഞങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ്, അതാണ് ഞങ്ങൾക്ക് ആവശ്യം. ഒരു സിനിമയ്ക്ക് പോകണം നമ്മളെന്തിനാ? എൻ്റർടൈൻമെൻറ്റ്. ഒരു സീരിയൽ കാണുന്നതിനാ? എൻ്റർടൈൻമെൻറ്റ്. അതിൽ നിന്ന് അവർക്ക് നമുക്ക് കുടിക്കാനായിട്ടൊന്നും തന്നിട്ടില്ല, പായസമോ അടപ്രധാനവും തന്നിട്ടല്ല നമ്മൾ കാണുന്നത്. അത് കാണുമ്പോൾ നമ്മൾ സ്വയം മറന്ന് 2 മണിക്കൂർ 2.5 മണിക്കൂർ നമ്മൾ ആസ്വദിക്കുന്നു. അതുപോലെ തന്നെ ബിഗ് ബോസ് കാണുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മത്സരാർത്ഥികളുടെ അംഗങ്ങളും കണ്ട് മോഹൻലാൽ വരുമ്പോൾ അവരോട് ചോദിക്കണം കേട്ട് അവരെ ഫയർ ചെയ്യുന്നതും കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അത്രമാത്രം പ്രതീക്ഷിച്ചാൽ പോരെ. സമൂഹത്തിനെ നന്നാക്കാനായിട്ട് ബിഗ് ബോസിനൊന്നും പറ്റില്ല. ബിഗ് ബോസിനല്ല, ഇന്നിപ്പോൾ ഒരാൾക്കും പറ്റില്ല സമൂഹത്തിനെ നന്നാക്കാൻ. സമൂഹം അത്ര അധികം വഴി തെറ്റി കിടക്കല്ലേ. സമൂഹത്തിനെ നന്നാക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ഉപേക്ഷിക്കുക. നെറ്റ് വേണ്ട, മൊബൈൽ ഫോൺ വേണ്ട, ആർക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കണ്ട. പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോവുക. അപ്പോൾ ചിലപ്പോൾ ആൾക്കാർ നന്നായിന്ന് വരും. അന്നത്തെ കാലത്ത് പോലും നന്നായിട്ടില്ല, പിന്നെയാണ് ഇപ്പോൾ നന്നാവാൻ പോണത്. ഇതൊന്നും നടക്കാത്ത കാര്യങ്ങൾ വിളമ്പല്ലേ മിസ്റ്റർ. അതുകൊണ്ടാണ് ഞാൻ പറയണത്. നിങ്ങൾ ഉദ്ഘാടനത്തിന് പറഞ്ഞ നടികളുടെ കാര്യത്തിലൊക്കെ കേസ് കൊടുത്ത ഒരു കുഴപ്പമൊന്നുമില്ല. പാവം ലാലേട്ടൻ, ഞങ്ങൾക്ക് അത്രയധികം ഇൻട്രസ്റ്റ് ഉള്ളൊരു പരിപാടിയാണ്. ഞങ്ങൾക്ക് തൃശ്ശൂർ പൂരം വരുന്ന പോലെയാണ് ഈ ലാലേട്ടൻ വന്നിട്ട് ഈ സീസണിൽ ബിഗ് ബോസ് അവതരിപ്പിക്കുന്നത്. അത് ഇല്ലാണ്ടാക്കല്ലേ. അതും കണ്ടിട്ട് കുറേ ആൾക്കാർ റിവ്യൂ ചെയ്തിട്ട് അമേരിക്കൻ ഡോളർ ഒരുപാട് യൂട്യൂബേഴ്സ് മേടിക്കുന്നുണ്ട്. ആ കാശൊക്കെ കേരളത്തിൽ തന്നെ അവർ ചിലവാക്കുന്നത്. അവർക്കൊരു 10 രൂപ കിട്ടുന്നതിൽ നമുക്ക് സന്തോഷിക്കല്ലേ വേണ്ടത്. പണ്ടത്തെ കാലത്ത് ഗൾഫിൽ പോയാൽ മാത്രമാണ് കേരളത്തിലേക്ക് കാശ് വരിക. ഇപ്പോൾ എത്ര കോടി രൂപ യൂട്യൂബേഴ്സ് കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് അറിയാം. അതൊക്കെ അവർ ടാക്സ് കൊടുത്ത്, നമ്മുടെ ഗവൺമെൻറ് ടാക്സ് കൊടുത്ത്, അമേരിക്ക ഗവൺമെൻറ് ടാക്സ് കൊടുത്ത് അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള യൂട്യൂബേഴ്സ് ഇവിടെ തന്നെ ചിലവാക്കണത്. അല്ലാണ്ട് ഇതിപ്പോൾ അവർ കൊണ്ടുപോയിട്ട് അമേരിക്കയിലല്ലേ ചിലവാക്കണത്. അതൊക്കെ ഒരു നല്ല കാര്യമായിട്ട്. പണ്ടത്തെ കാലത്ത് ഇത്തിരിയും പോകുന്നൊരു ഫോണുണ്ടാകുന്നുള്ളൂ. അന്ന് നെറ്റുമില്ല, കിറ്റുമില്ല, ചറ്റുമില്ല, ഒന്നുമില്ല. അന്ന് ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല ഫോണിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ 4G 5G ഇനി 6G ഇവ വരാതിരിക്കുക. അപ്പോഴേക്കും ഇങ്ങനെ പാര വയ്ക്കാൻ നടക്കല്ല എല്ലാവരും കൂടിയിട്ട്. 10 രൂപ കിട്ടിയിട്ട് 10 യൂട്യൂബേഴ്സ് ജീവിച്ചോട്ടെ. നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ. എന്നിരുന്നാലും നല്ല പൈസ കിട്ടുന്ന ആൾക്കാർ അവർക്ക് ജീവിക്കട്ടെ. എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജീവിക്കും. ബിഗ് ബോസ് എന്താ വിചാരിക്കുന്നത്? എന്താ റിവ്യൂ ചെയ്യുന്നവരെ അവർ പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നത്. എന്താണ് അവരെ ഷോയുടെ നിലനിൽപ്പും ഈ റിവ്യൂ ചെയ്യുന്നവരുടെ കയ്യിലുണ്ട്. ഇത് കൂടുതൽ ആൾക്കാരെ എത്തിക്കുന്നത് അവരും കൂടിയാണ്. അതുകൊണ്ട് അവരോടും ബിഗ് ബോസിന് സ്നേഹമാണ്, ഇഷ്ടമാണ്. അതുപോലെ തന്നെ ബിഗ് ബോസ് നീണാൽ വാഴട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയുടെ നിർത്താം. ഓക്കെ, ബൈ.